നമസ്കാരം. ട്രിപ്പിൾ പി വാർത്താ ചാനലിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പെൻഷൻ വാങ്ങുന്നവർ ഈ വാർത്ത തീർച്ചയായും ശ്രദ്ധിക്കണം. ഓണത്തിന് മുന്നോടിയായി കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം നേരത്തെയാക്കിയിരുന്നു. 2000 പെൻഷൻ തുക നിങ്ങളുടെ അക്കൗണ്ടിലെത്തിയോ? പെൻഷൻ ലഭിക്കാത്തവർക്ക് എന്താണ് ചെയ്യേണ്ടത്? അതോടൊപ്പം മസ്റ്ററിംഗ് സംബന്ധിച്ചും പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ പെൻഷൻ വാങ്ങുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാന വിവരങ്ങൾ വിശദമായി പറയാം. വീഡിയോ മുഴുവൻ കാണുക. നിങ്ങളുടെ കുടുംബത്തിലുള്ള പെൻഷൻ വാങ്ങുന്നവരിലേക്കും ഈ വിവരം ഷെയർ ചെയ്യുക. ആദ്യമായി ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ്റെ കാര്യമാണ് പറയാനുള്ളത്. ഓണത്തോടനുബന്ധിച്ച് സാധാരണ നൽകുന്ന സമയത്തേക്കാൾ നേരത്തെ തന്നെ ഓഗസ്റ്റ് മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് പെൻഷനും വിതരണം ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ വിതരണം ഓഗസ്റ്റ് 19 മുതൽ ആരംഭിച്ചു. പെൻഷൻ വിതരണത്തിനായി ആകെ 1105 കോടി അനുവദിച്ചതായാണ് സർക്കാർ അറിയിച്ചത്. ഇതിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷന് 951.40 കോടി അനുവദിച്ചിട്ടുണ്ട്. ഏകദേശം 59.47 ലക്ഷം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 2000 വീതം ലഭിക്കുന്ന രീതിയിലാണ് വിതരണം. അതോടൊപ്പം വിവിധ ക്ഷേമനിധി ബോർഡുകളിലെ ഗുണഭോക്താക്കൾക്കും പെൻഷൻ അനുവദിച്ചിട്ടുണ്ട്. ഇനി പലരും ചോദിക്കുന്ന പ്രധാന ചോദ്യം, പെൻഷൻ വിതരണം ആരംഭിച്ചെന്ന് പറയുന്നു, പക്ഷേ എൻ്റെ അക്കൗണ്ടിൽ ഇതുവരെ പണം വന്നിട്ടില്ല, എന്താണ് ചെയ്യേണ്ടത്? പെൻഷൻ വിതരണം ആരംഭിച്ചുവെന്നത് എല്ലാവരുടെയും അക്കൗണ്ടിൽ ഒരേ ദിവസം പണം എത്തുമെന്നല്ല. വിതരണ രീതിയും ഗുണഭോക്താവിൻ്റെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും അനുസരിച്ച് തുക ലഭിക്കുന്ന സമയത്തിൽ വ്യത്യാസമുണ്ടാകാം. അതിനാൽ ആദ്യ ദിവസം തന്നെ പണം എത്തിയില്ലെന്ന് കരുതി ആശങ്കപ്പെടേണ്ടതില്ല. ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കുക, പെൻഷൻ സ്റ്റാറ്റസ് പരിശോധിക്കുക. ആവശ്യമെങ്കിൽ ബന്ധപ്പെട്ട പഞ്ചായത്തോ മുനിസിപ്പാലിറ്റി ഓഫീസിലോ അക്ഷയ കേന്ദ്രത്തിലോ അന്വേഷിക്കാം. പെൻഷൻ ലഭിക്കുന്ന രീതി അനുസരിച്ച് സഹകരണ സംഘങ്ങൾ വഴിയും വിതരണം നടക്കുന്നുണ്ട്. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് മസ്റ്ററിംഗ്. കേരളത്തിലെ സർക്കാരിൻ്റെ ഔദ്യോഗിക സേവന പെൻഷൻ വെബ്സൈറ്റിൽ നിലവിൽ മസ്റ്ററിംഗ് ഓഫ് സൊസൈറ്റി സെക്യൂരിറ്റി വെൽഫെയർ ബോർഡ് പെൻഷൻ സ്റ്റാർട്ടഡ് എന്ന അറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതായത് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മസ്റ്ററിംഗ് സംബന്ധിച്ച കാര്യങ്ങൾ ശ്രദ്ധിക്കണം. മസ്റ്ററിംഗ് ആവശ്യമായവർ അത് സമയത്തിനുള്ളിൽ പൂർത്തിയാക്കുന്നതാണ് വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് പ്രായമായ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കുടുംബാംഗങ്ങൾ ഈ വിവരം പറഞ്ഞു കൊടുക്കണം. പെൻഷൻ ഇപ്പോൾ കിട്ടുന്നുണ്ടല്ലോ, അതുകൊണ്ട് മസ്റ്ററിംഗ് ആവശ്യമില്ല എന്ന് കരുതരുത്. ഔദ്യോഗിക അറിയിപ്പുകൾ പരിശോധിച്ച ശേഷം മാത്രമേ മസ്റ്ററിംഗ് സംബന്ധിച്ച അന്തിമ നടപടി സ്വീകരിക്കാവൂ. ഇനി സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്ന മറ്റൊരു ചോദ്യം, പെൻഷൻ 3000 ആകുമോ? ഇവിടെ ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഓഗസ്റ്റ് മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനായി 2000 തന്നെയാണ് അനുവദിച്ചിരിക്കുന്നത്. 3000 ആക്കിയെന്ന തരത്തിലുള്ള വാർത്തകൾ കണ്ടാൽ ഇത് ഔദ്യോഗിക സർക്കാർ ഉത്തരവ് വന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ച ശേഷം മാത്രമേ വിശ്വസിക്കാവൂ. അതുകൊണ്ട് ഇപ്പോഴത്തെ സ്ഥിരീകരിച്ച തുക 2000 തന്നെയാണ്. പെൻഷൻ ഗുണഭോക്താക്കൾ ഇനി പ്രധാനമായും 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 1. ബാങ്ക് അക്കൗണ്ടിൽ പെൻഷൻ തുക എത്തിയോ എന്ന് പരിശോധിക്കുക. 2. പെൻഷൻ സ്റ്റാറ്റസ് പരിശോധിക്കുക. 3. മസ്റ്ററിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ച് നിയമ നടപടികൾ സമയസംബന്ധമായി പൂർത്തിയാക്കുക. കൂടാതെ നിങ്ങളുടെ ആധാർ, ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയ വിവരങ്ങൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളോട് അന്വേഷിക്കുക. പെൻഷൻ സംബന്ധിച്ച സംശയങ്ങൾക്ക് ഔദ്യോഗിക സേവന പെൻഷൻ സംവിധാനത്തിലെ വിവരങ്ങൾ പരിശോധിക്കുന്നതാണ് ഏറ്റവും സുരക്ഷിതം. അപ്പോൾ പെൻഷൻ വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം ഇതാണ്. ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ വിതരണം ഓഗസ്റ്റ് 19 മുതൽ ആരംഭിച്ചു. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 2000 വീതമാണ് ഈ മാസത്തെ പെൻഷൻ. ആകെ 1105 കോടി പെൻഷൻ വിതരണത്തിനായി അനുവദിച്ചിട്ടുണ്ട്. അതോടൊപ്പം മസ്റ്ററിംഗ് സംബന്ധിച്ച അറിയിപ്പും ഔദ്യോഗിക സേവന പെൻഷൻ സൈറ്റിൽ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് പെൻഷൻ വാങ്ങുന്നവർ ഈ വിവരങ്ങൾ ശ്രദ്ധിക്കുക. ഈ വാർത്ത ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വീട്ടിലോ നാട്ടിലോ പെൻഷൻ വാങ്ങുന്നവരുണ്ടെങ്കിൽ അവരിലേക്കും ഈ വിവരം എത്തിക്കണം. ഇത്തരം കേരളത്തിൽ പെൻഷൻ സർക്കാർ ആനുകൂല്യ വാർത്തകൾ കൃത്യമായി അറിയാൻ ട്രിപ്പിൾ പി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുതേ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.